എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വഴി ഒന്ന് പോയപ്പോഴേക്കും വളരെ രസകരമായൊരു ഗാർഡൻ കണ്ടു. ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബൊഗൻവില്ലകൾ അങ്ങനെ സൂപ്പറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഇത് ആരുടെ വീടാണെന്നൊക്കെ നോക്കി ഒന്ന് കയറിയിട്ട് ഒന്ന് ചോദിക്കാം അവരോട് വീഡിയോ എടുത്തോട്ടെ എന്ന്. അപ്പോൾ നമുക്കൊന്ന് കയറി ചോദിക്കാം കേട്ടോ. കൊതിച്ചു പോണ ഒരു ബോഗൻവില്ലകളാണ് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചട്ടിയിലല്ല, ഈ നിലത്ത് നിൽക്കുന്ന ബോഗൻവില്ലകൾ നമുക്ക് ആരെയും കൊതിപ്പിച്ചു പോകും. എന്ത് രസമാണെന്നറിയാമോ കാണാനായിട്ട്. എന്തായാലും ഇവിടെ ഒന്ന് കയറി ചോദിച്ചിട്ട് തന്നെ കാര്യം. അപ്പോൾ നമുക്ക് പതുക്കെ ചോദിക്കാം കേട്ടോ. ഹലോ, നമസ്കാരം. അതെ, ഞാൻ ഈ വഴി പോയപ്പോ ഇവിടത്തെ ഈ ചെടികൾ കണ്ടിട്ട് കയറിയതാണ്. അപ്പൊ ഞാൻ ഈ വഴിക്ക് പോയപ്പോഴേ ഈ ചെടിയുടെ ഭംഗി കണ്ടെന്ന് കയറിയതാണ്. അപ്പൊ ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ. ഇപ്പൊ അയ്യോ, ഇരിക്കാൻ നേരമില്ല, നമുക്കൊന്ന് വീഡിയോ എടുത്തിട്ട് വേഗം പോകണം. അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങിയാലോ? ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കുന്നപ്പിള്ളിയിലുള്ള കീഴേത്ത് മാളികയിൽ ജോർജ് സാറിന്റെയും ഷീബ മാമിന്റെയും വീട്ടിലേക്കാണ്. ശരിക്കും വീട് അറിഞ്ഞു കയറിയതല്ല, ഈ വീടിന്റെ ഭംഗിയും ഈ ചെടികളുടെ ഭംഗിയും കണ്ടിട്ട് കയറിയതാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. എനിക്കും പരിചയമുള്ള ആളുകൾ തന്നെയാണ്, പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ മനോഹരമായ ഈ ചെടിത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചെടിത്തോട്ടത്തിന്റെ ഇത്രയും ഈ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാണ് ശരിക്കും? ആരാണ് ഇതിന്റെ? ഇദ്ദേഹത്തിന്റെ തന്നെയാണല്ലോ. അതേ പറയാൻ യാതൊരു മടിയില്ല കേട്ടോ. അത് തന്നെ, അത് തന്നെ, തീർച്ചയായിട്ടും. ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഇത്രയും മനോഹരമാക്കി പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ചെടികൾക്ക് എന്താ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നേ? ആദ്യമേ എല്ലുപൊടി അങ്ങനെയൊക്കെ ഇട്ട് നട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജൈവവളം തന്നെയാണ് ചേർക്കാറ്. പിന്നെ പൂവൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് രാസവളങ്ങൾ. അതെങ്ങനെ 18 ആണോ? 18 ആണ് ഇടുന്നത് അല്ലേ? ഇതിങ്ങനെ ഈ ഒരു പൂ ഉണ്ടായി തുടങ്ങുന്നതിന് എത്ര നാൾ മുമ്പാ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നേ? അത് ആദ്യമേ നമ്മൾ നട്ട് കഴിഞ്ഞ് കുറെ പൂ ആകാറെന്നൊരു സമയം ഉണ്ടാവും. അതിന് പതിയെ ജൈവവളവും പിന്നെ രാസവളം കൂടി നമ്മള് അല്ലേ, എന്നാലാണ് ഇത്ര തിക്കായിട്ട് പൂ ഉണ്ടാവുള്ളൂ അല്ലേ? ഓ, ഇതിപ്പോ എത്ര നാൾ നിൽക്കും? എന്ത് രസമാണ് കാണാനായിട്ടല്ലേ. ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോ തന്നെ ഒരു പ്രത്യേക രസമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് രണ്ടുപേർക്കും കൂടി കഥകളൊക്കെ പറഞ്ഞിരിക്കാനും ഒക്കെ രസമാണ് അല്ലേ? ഇത് നനച്ചു കൊടുക്കണം നമ്മള്. നനച്ചു കൊടുക്കണം. നിലത്തായതുകൊണ്ട് അത്ര നനവിന്റെ ആവശ്യമില്ല, എന്നാലും നനച്ചു കൊടുക്കും. ചില ദിവസം നനയ്ക്കുന്നുണ്ട്. അപ്പൊ ആരും കൊതിക്കുന്ന ഈ ബോഗൻവില്ല ഇത് എവിടുന്നാണ് സാറ്? നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണോ അതെയോ? അല്ല, ഞങ്ങൾ കട്ടിങ്സ് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ അന്ന് നട്ട അത് കഴിഞ്ഞാണല്ലേ നമ്മൾ ഈ മുറ്റ ശരിയാക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒരു സ്പെഷ്യൽ സ്പേസും കൊടുത്തിട്ടാണ് അല്ലേ? ഇത് അങ്ങനെ നട്ടിട്ടും ഇതിപ്പോ 5-6 വർഷമായിട്ടുണ്ടാവും ഇത്രയും വലുത് അല്ലേ? നഴ്സറിയിൽ നിന്ന് കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്, എന്നാലും കൂടുതലും ഇങ്ങനെ നമ്മൾ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ 3 അങ്ങോട്ട് വെച്ചു അല്ലേ? അടുത്തത് ആയി വരുന്നുണ്ട്, അപ്പുറത്തായി വരുന്നുണ്ട്. അത് ഞാൻ കയറി വന്നപ്പോ തന്നെ കണ്ടായിരുന്നു.
പല പല നേഴ്സറികളിൽ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് വീഡിയോസ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ളൊരു ബോഗൻവില്ല ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. എന്തായാലും സാറിനും മാഡത്തിനും അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ളിരിക്കട്ടെ. അത്ര രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഒരു 3-4 വർഷമായിട്ട് ഞാനിങ്ങനെ ചെടികളുടെ കാണാൻ വേണ്ടി പല പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പക്ഷെ ഇത്രയും മനോഹരമായിട്ടുള്ള ബോഗൻവില്ല ഞാൻ ഇത്രയും വലുതും കണ്ടിട്ടില്ല കേട്ടോ. താങ്ക് യു. ബോഗൻവില്ലകൾ മാത്രമല്ല, പലതരത്തിലുള്ള ചെത്തികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ നല്ലൊരു ഭംഗിയുള്ള ഈ ഒരു ചെത്തിയിലെ ഒരു കളറിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ മാം? ഇതെങ്ങനെയാ? ഇതിനെ എല്ലാ ദിവസവും നനയ്ക്കണമായിരിക്കും അല്ലേ? ബോഗൻവില്ലയെക്കാളും കൂടുതൽ കെയറിങ് വേണ്ടുള്ള ഒരു ചെടിയായി ഈ ചെത്തികൾ എന്ന് പറയുന്നത്. പിന്നെ അപ്പുറത്താണെങ്കിലും ഒരു ടെക്കോമയുണ്ട് കേട്ടോ. അതൊന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കാണിച്ചു തരാം. ഇത് നല്ലൊരു വെറൈറ്റി കളറായ ഒരു ടെക്കോമയാണ്, ഒരു ചെങ്കല്ലിന്റെ കളർ വരുന്നത്. അപ്പോൾ ഈ ബൊഗൻവില്ലകൾ മാത്രമല്ല, ഇഷ്ടംപോലെ ക്രോട്ടണുകൾ, അതുപോലെ തന്നെ പിന്നെ എന്താണ് ടെക്കോമ, ചെത്തികൾ, അതുപോലെ ഒരുപാട് ഇലച്ചെടികളും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. പിന്നെ ഒരു അടിപൊളി ചെടിയുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചെടിയാണത്. ഇത് ഇതൊരു യൂഫോർബിയ ആണ്. ഇതിന് മുള്ളില്ലാത്ത യൂഫോർബിയ. ഇത് ആദ്യം ഞാൻ ചട്ടിയിലായിരുന്നു നട്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാനിപ്പോ നിലത്തേക്കാക്കി. അപ്പൊ അതിന് പൂ കൂടുതൽ വന്നു. പൂ കൂടുതലുണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ കാണാൻ. ഇതിന്റെ കട്ടിങ്സ് വെച്ച് എപ്പോഴും പൂവാണ്. അതെ, വലിയ കെയറിങ്ങും വേണ്ട അല്ലേ. പക്ഷെ പെട്ടെന്ന് തന്നെ ഇത് പിടിക്കും. ഒരു കമ്പ് നട്ടാൽ പിടിക്കും. നല്ലൊരു ചെടിയാണ്. അതൊക്കെ നല്ല ബോർഡറിൽ വെച്ചപ്പോ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതെ, എപ്പോഴും പൂവാണ്. ഇത് കണ്ട, ഇത് തന്നെ 2 കളർ ഉണ്ടാവും ഈ ചെടിയിൽ. പൂവ് മഞ്ഞ കളറുള്ള പൂവും ചുമല പൂവും. പക്ഷെ മഞ്ഞപ്പൂ ഒറ്റ ദിവസം നിൽക്കുള്ളൂ, കൊഴിഞ്ഞു പോവും. ഈ ചുമല ഒത്തിരി ദിവസം നിൽക്കും. ഇത് കണ്ട, പ്ലാസ്റ്റിക് പോലെ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. അതേ, അതിന്റെ മഞ്ഞൊരു പൂവുണ്ട്. അത് പൊഴിഞ്ഞു പോയി. ഇതാണ് കേട്ടോ മഞ്ഞ പൂവ് അല്ലേ? പൊഴിഞ്ഞു പോയി. കൊള്ളാം. ഒരു ചെടിയിൽ തന്നെ 2 കളർ അല്ലേ? കായുണ്ട്. ഇതായിരിക്കും മുളച്ചിന് അടുത്ത ചെടിയായിട്ട് മുളയ്ക്കുന്നത്. ഇങ്ങനെ ഒത്തിരി ഉണ്ടായി വരും മഴയൊക്കെ പിടിക്കുമ്പോ അല്ലേ? കൊള്ളാം. എല്ലാ ചെടികളും ഇഷ്ടമാണെങ്കിലും സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടി ഒന്ന് കാണിക്കാവോ? അതെനിക്ക് പൂക്കളില്ലാത്തതിനകത്ത് നോക്കുവാണെങ്കിൽ ഈ ക്രോട്ടനാണെങ്കിൽ എനിക്ക് പൂക്കളും ഇഷ്ടമാണ്. പക്ഷെ ഈ യെല്ലോ കളറിനോട് എനിക്ക് കൂടുതലൊരു ഇത് ഇഷ്ടമുണ്ട്. അത് കാരണം ഈ ക്രോട്ടനൊക്കെ ഈ 2 സൈഡിലും നല്ലപോലെ വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ക്രോപ്പ് ചെയ്ത് നല്ല തിക്കായിട്ട് വന്നു കഴിയുമ്പോൾ കാണാനും നല്ലതായിരിക്കും. ഇതിനധികം ശുശ്രൂഷയൊന്നും വേണ്ട, മരുന്നടിക്കേണ്ട, ഒന്നും വേണ്ട, വളവും അതിൽ കാര്യമായിട്ടൊന്നും വേണ്ട. എപ്പോഴും ഇതുപോലെ നിന്ന് തിക്കായിട്ട് നിൽക്കും. ആ ബൊഗൻവില്ല അത്ര ആയി കഴിഞ്ഞപ്പോഴാണ് അത് ഒന്നുകൂടെ ഇങ്ങോട്ട് വെക്കാം. അപ്പം പല കളേഴ്സ് വെക്കാന്ന് ഓർത്തത്. അപ്പം വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ ഒരു ചുമലയും കൂടെ താഴെ കയറി വരുന്നുണ്ട്. അപ്പൊ 3 പേരും കൂടി വെള്ള അതേ മുകളിലായിട്ടുണ്ട്. ഇനിയിപ്പം മഞ്ഞ കയറി വരുന്നത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇത് കവർ ചെയ്യും. അപ്പൊ അടുത്ത വർഷം ഈ സമയമാകുമ്പോ ഞങ്ങൾ ഒരിക്കലും കൂടി വരാം. തീർച്ചയായിട്ടും പിന്നെ ചുമല കയറി വരും, താഴെ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ സൈഡിലും ഇതുപോലെ ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. നമ്മൾ മെയ് മാസത്തിൽ ഇത് കട്ട് ചെയ്യൂല്ലോ. കട്ട് ചെയ്ത് വെക്കുമ്പോ ഞാൻ ആ
കമ്പ് തന്നെ ഇതിനകത്ത് തന്നെ നട്ടു വെച്ചേക്കും. ഓ, ഇതിനകത്ത് തന്നെ വെക്കും. ഇതിനകത്ത് തന്നെ വെക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പോ നല്ലതാണ് ഇഷ്ടം എന്ന് പറയുമ്പോ ആ കമ്പ് എനിക്ക് പറഞ്ഞ വെച്ചേക്കണം കേട്ടോ. ഇനി ഇതില് വരുമ്പോ ഞാൻ വരാവേ. അത് വേറെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ അത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഡബിൾ കളർ, ഡബിൾ കളറ് വേരിഗേഷൻ. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓ, ഇത് നല്ല കളറാണ് കേട്ടോ. ഇതിനും എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഇലകൾ ചെറുതാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടം. നന്നായിട്ടുണ്ട്. നല്ല രസം, താല്പര്യം കൂടുതലുണ്ട്. ശരിയാ, നല്ല രസം. അവര് തന്നെയാണ് ഇവിടെ നിക്കണ വേറെ ടൈപ്പ് കേട്ടോ. ആ കളറാണ്, പക്ഷെ അതിന്റെ പൂവ് കുറച്ച് വലിപ്പമാണ്. എന്തോ ഒരു കളറിൽ തന്നെ എന്തോരാണല്ലേ. മജന്ത തന്നെ എത്ര കളേഴ്സ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ വരുമ്പോഴുള്ള ഏറ്റവും പ്രത്യേകത തോന്നിക്കുന്ന ചെടികളും ഒപ്പം തന്നെ പരിസരവും വളരെ നീറ്റ്നെസ് വളരെ അധികം ഉണ്ട്. ചെടികളൊക്കെ വെക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ മുറ്റം കാണാൻ എല്ലാം ഒരു അടുക്കും ചിട്ടയുണ്ട്. അതാണ് എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നുന്നത്. നമ്മൾ ഒരു പ്രതീക്ഷിക്കാതെയാണ് വന്നതെങ്കിലും ഇവിടെ വന്നപ്പോൾ ആ കിട്ടുന്ന ഒരു കോപ്പറേഷൻ വളരെ അധികമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇതൊരു സർപ്പോട്ട മരമാണ്. സർപ്പോട്ട മരത്തിന്റെ ചൂട്ടിൽ കുറച്ചു നേരം ഒന്ന് ഇരിക്കാൻ തോന്നുവാണ്. മാം, നമുക്കൊരു ഇച്ചിരി നേരം ഇവിടെ ഇരുന്നാലോ? നല്ല രസമുണ്ട്. എനിക്ക് അങ്ങ് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. സാറവാ. ഈ വീടും പരിസരവും ഇത്ര മനോഹരമായിട്ട് സൂക്ഷിക്കുന്ന ഇവര് എന്താണ് ചെയ്യുന്നത് എന്നുകൂടി നമുക്കൊന്നറിയാം. അപ്പൊ സാറ് എന്താണ് ചെയ്യുന്നത്? ബിസിനസ് ആണ്. ഹോം മേക്കർ ആണ് കേട്ടോ. ഈ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നത്. അതിനാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഈ കുറെ വലിയ വീടും കുറച്ച് ചെടികൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അതിനേക്കാൾ എത്ര രസമാണ് ഈ പരിസരം തന്നെ കാണുമ്പോൾ തന്നെ. പ്രത്യേകിച്ച് വൈകുന്നേരം ഒക്കെ ഇരിക്കാൻ ഒരു പ്രത്യേക രസമായിരിക്കും അല്ലേ. എടുക്കുന്ന ഒരു ഫോട്ടോ പോയിന്റ് ആണ്. ഫോട്ടോ എടുക്കാനും ഒക്കെ രസമാണ്. ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ, എങ്കിൽ പോലും ആ ഒരു പൊസിഷനിലേക്ക് വരാൻ തന്നെ കാര്യം ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും അടുത്ത സീസണിൽ പൂക്കൾ ഉണ്ടാവുമ്പോ ഇനിയും വരാട്ടോ. ബൊഗൻവില്ലകൾ പോലെ തന്നെ കുറച്ച് ഓർക്കിഡും ഉണ്ട് അല്ലേ? ഇതിപ്പം പൂവെല്ലാം ഡെൻഡ്രോബിയാന്ന് തോന്നണു അല്ലേ? എന്നിട്ട് നമ്മൾ എന്താ ഈ ഓർക്കിഡൊക്കെ നന്നായിട്ട് നിൽക്കുക എന്തുവളാ ചെയ്യുന്നതിന്? ഗ്രീൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു പൂ ഉണ്ടാകാനും അതുപോലെ ഇല ഇത് വേര് പിടിക്കാനൊക്കെ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണോ? ഓക്കെ. പിന്നെ കേടുണ്ടാവുന്നത് ഇല മഞ്ഞ അതിന് വേറെ മരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കണം നന്നായിട്ടല്ലേ, എങ്കിലാണ് ഈ പൂക്കൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടായി വരാനും ഒക്കെ പറ്റുള്ളൂ. ശല്യം ഉണ്ടാവും. വൈകുന്നേരം ഒന്നും ടോർച്ചടിച്ച് നോക്കി അങ്ങനെ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ അല്ലേ. പൂവിന്റെ സമയമെല്ലാം കഴിഞ്ഞു. മുട്ട വരുന്നുണ്ട്. മെറൂൺ കളർ ഒരു ഇത് വരുന്നേ ഉള്ളൂ അല്ലേ? അടുത്ത മുട്ടായി കഴിഞ്ഞു. നല്ല എന്തായാലും നല്ല വെൽ അറേഞ്ച്ഡ് ആണ്. അതാണ് ഏറ്റവും ഒരു ചുമ്മാ വലിച്ചു വാരി അവിടെ ഇവിടെ ഇട്ടിരിക്കുകയല്ല, നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിലും വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് കാണും എന്തായാലും. മാത്രമല്ല കേട്ടോ, നമ്മൾ ഇൻഡോറിലും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കോർട്ട്യാർഡ് ഉണ്ട്, അതിൽ നല്ല നല്ല ചെടികളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് പെഡിലാൻഡസ് അല്ലേ? പെഡിലാൻഡസിന് അധികം വെയിലും വേണ്ട അല്ലേ? കുറച്ച് വെയില്. പിന്നെ മഴ വന്നാലും മഴയുടെ അല്ലേ വെള്ളത്തുള്ളികൾ ഇങ്ങോട്ട് തെറിക്കുകയും ചെയ്യും. കാര്യമില്ല. അപ്പൊ പോത്തോസ് ആണെങ്കിൽ എൻജോയ് പോത്തോസ് ആണ്, എല്ലാം നല്ല ഭംഗിയായിട്ടാണ്
കിടക്കുന്നത്. കൊള്ളാം. നല്ലൊരു നിയോൺ പോത്തോസ്. അത് വെള്ളത്തിലാണ് വെച്ചേക്കണത്? മണ്ണിൽ തന്നെയാണ് അല്ലേ? മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ കയറി പോയിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു നിയോൺ പോത്തോസ് ആണ്. നിയോൺ പോത്തോസ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ്. അതിൻ്റെ ഒരു ഡാർക്ക് വെച്ച് ലൈറ്റ് വെച്ചും കൂടി വരുന്ന ആ ഒരു കോമ്പിനേഷൻ തന്നെ വളരെയധികം അട്രാക്റ്റ്ഫുൾ ആണ്. എൻജോയ് പോത്തോസ് ആണ്. ഇതിങ്ങനെ നല്ല നീളത്തിലോ ഞാനത് ചുരുട്ടി അങ്ങോട്ട് വെക്കും. കഴിഞ്ഞ പ്രാവശ്യം വേറൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ നിലത്തേക്ക് വരും. അത് രണ്ട് കുട്ടികൾ കളിക്കാൻ ഇറങ്ങി അത് ഫുള്ളിങ് പറിച്ചെടുത്തു. അത്ര നീളം വെക്കില്ല അല്ലേ? നന്നായിട്ടുണ്ട്. എൻ്റെ സ്വന്തം വീട് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടി പോയാൽ മതി. അപ്പം അവിടെ പോയിട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ ഈ ഒരു ചെടിത്തോട്ടം കണ്ടത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മനോഹരമായിട്ടൊരു ബൊഗൻവില്ലകൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത്, ഇത്രയും വലിപ്പമുള്ള ബൊഗൻവില്ലകൾ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. സൂരജ് ഡോക്ടറുടെ വീട്ടിലൊക്കെ പോയപ്പോഴും നല്ല വലിയ ബൊഗൻവില്ലകൾ തന്നെയാണ്, പക്ഷെ നിലത്ത് ഇങ്ങനെ നട്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇവിടുത്തെ ഈ വീട് ഇങ്ങനെ ഇന്ന സാറിൻ്റെയും മാഡത്തിൻ്റെയും വീടാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്തായാലും വന്ന് ചോദിച്ചു. അപ്പോഴാണ് കണ്ടുപരിചയമൊക്കെയുള്ള ആളുകൾ തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. കാരണം ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വളരെ സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള മനോഹരങ്ങളായ ചെടികളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ ടാറ്റ, ബൈ ബൈ.